ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ കടന്നു പോകുന്നത് പരിശുദ്ധ വലിയ നോമ്പ് കാലഘട്ടത്തിലൂടെയാണ്. സഭാവർഷത്തിലെ ഏറ്റവും ആത്മീയമായ കാലഘട്ടത്തിലൊന്നാണ് നോമ്പുകാലം. ഈ കാലഘട്ടം ആത്മപരിശോധനയുടെ, മാനസാന്തരത്തിൻ്റെ, പ്രാർത്ഥനയുടെ കാലഘട്ടം കൂടിയാണ്. നോമ്പുകാലത്തിൽ സഭയും നമ്മെ ആത്മീയമായി ഒരുക്കുകയാണ് ചെയ്യുന്നത്. നോമ്പുകാലം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ നാം കൂടുതൽ ദൈവത്തോട് അടുത്തു ചെല്ലുന്നു. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താന് നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. നമ്മുടെ പൂർവികരും തങ്ങളുടെ ശക്തിയെ പുതുക്കുവാൻ വേണ്ടി ഓരോ കാലത്തും നോമ്പ് നോക്കിയിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ദൈവപുത്രനായ നമ്മുടെ കർത്താവ് നോമ്പിനെ അതിജീവിച്ചുവെങ്കിൽ ദൈവമക്കളായ നമ്മൾ ഏവർക്കും ജഡമോഹങ്ങളെ അതിജീവിക്കുവാൻ നോമ്പ് കാരണമാകണം. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നു എങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന ഇരുചിറകുകൾ കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാം. നമ്മുടെ നല്ല പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ നോമ്പ് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.